സനാതനധർമ്മം എന്താണെന്നറിയാത്തവരാണ് അയ്യപ്പ സംഗമം നടത്തുന്നതെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ. ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിന് മുന്നിട്ടിറങ്ങിയ മുഖ്യമന്ത്രി സംഗമത്തിനു മുമ്പ് ഭക്തരോട് മാപ്പ് പറയണം. ഒറ്റപ്പാലം താലൂക്ക് ഗണേശോത്സവ സമിതിയുടെ ഗണേശോത്സവ പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു ശോഭാ സുരേന്ദ്രൻ. നഗരസഭാ ബസ് സ്റ്റാൻഡിൽ ചേർന്ന പൊതുസമ്മേളനം ജന അഖാഡ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് ഉദ്ഘാടനം ചെയ്തു. ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഉണർന്നറിയിക്കേണ്ട ഓരോ സന്ദർഭങ്ങളിലും നമ്മുടെ ദേശം, നമ്മുടെ സമാജം, നമ്മുടെ സംസ്കൃതി അതിൻ്റെ ഊർജം സംഭരിച്ചത് സനാതനധർമ്മത്തിൻ്റെ, ഹൈന്ദവധർമ്മത്തിൻ്റെ ആഴങ്ങളിൽ നിന്നാണ്. ഇവിടെ അധ്യക്ഷ പ്രസംഗത്തെ സൂചിപ്പിച്ചു, നമ്മുടെ ദേശം വലിയ രീതിയിലുള്ള വൈദേശികാധിപത്യത്തിന്റെ നീരാളിപ്പിടുത്തത്തിൽ മുഴുകിപ്പോയ ഘട്ടത്തിൽ പൊതുവായുള്ള സാമൂഹികമായിട്ടുള്ള എല്ലാ കൂടിച്ചേരലുകളും വിലക്കപ്പെട്ട ഒരു കാലഘട്ടത്തിൽ ദേശത്തിനു വേണ്ടി, സമാജത്തിനു വേണ്ടി, സ്വാതന്ത്ര്യത്തിനു വേണ്ടി സംസാരിക്കുന്ന ഓരോരുത്തരെയും തുറന്നിലടച്ചുകൊണ്ടിരുന്ന കാലത്ത് പൊതുസമ്മേളനത്തിൽ RSS വിഭാഗ സഹസംഘചാലക് അഡ്വക്കേറ്റ് ജയറാം അധ്യക്ഷത വഹിച്ചു. പ്രജ്ഞാപ്രവാഹ അഖില ഭാരതീയ സംയോജക് ജെ നന്ദകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ, സ്വാഗത സംഘം ജനറൽ സെക്രട്ടറി P. അരവിന്ദൻ, കോർഡിനേറ്റർ KP സന്തോഷ്, അഡ്വക്കേറ്റ് P. അശോക് കൃഷ്ണൻ, S. ധനേഷ് എന്നിവർ പ്രസംഗിച്ചു. 2 ലക്ഷം കോടിയിലധികം വരുന്ന 2G സ്പെക്ട്രത്തിന് നേതൃത്വം കൊടുത്ത ആ പഴയ DMK സംഘടനയുടെ ചുക്കാൻ പിടിച്ചുകൊണ്ട് തമിഴ്നാടിന്റെ ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്ന ഹിന്ദുവിന്റെ സനാതന ബോധത്തിന്റെ കടക്കൽ കത്തിവെക്കാൻ തീരുമാനമെടുത്തിട്ടുള്ള സ്റ്റാലിനും ചേർന്നുകൊണ്ട് അങ്ങ് ശബരിമലയിൽ അയ്യന്റെ സന്നിധിയിൽ ഒരു സമ്മേളനം നടത്താൻ തീരുമാനിച്ചാൽ നമ്മൾ കൊടുക്കുന്ന മറുപടി എന്താണെന്നറിയുമോ? വിവേകമില്ലാത്തവനല്ല ഇന്നത്തെ കേരളത്തിലെ ഹിന്ദു സമൂഹം. പരിസ്ഥിതി പ്രവർത്തകൻ രാജേഷ് അടക്കാപുത്തൂരിനെ ചടങ്ങിൽ ആദരിച്ചു. നേരത്തെ ഒറ്റപ്പാലം നഗരസഭയിൽ നിന്നും മേഖലയിലെ 10 പഞ്ചായത്തുകളിൽ നിന്നുമായി എത്തിയ ഘോഷയാത്രകൾ കണ്ണിയമ്പുറം ഊട്ടുപുര ഗണപതി ക്ഷേത്രം പരിസരത്ത് സംഗമിച്ച ശേഷം മഹാശോഭായാത്രയായാണ് പൊതുസമ്മേളന നഗരിയിലെത്തിയത്. സമ്മേളനം പൂർത്തിയായ ശേഷം ഗണേശ വിഗ്രഹങ്ങൾ ഭാരതപ്പുഴയിലെ മായന്നൂർ കടവിൽ നിമജ്ജനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.